+2 NCERT ടെക്സ്റ്റ് ബുക്കിലെ ബോട്ടണിയിലെ സെക്കൻഡ് ചാപ്റ്ററാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഇതിലെ ഡയഗ്രാംസ് ഒക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ഒരു ഫ്ലവറിൻ്റെ പാർട്സ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവറി, സെപ്പൽ, ഫിലമെൻറ്റ്, പെറ്റൽ, ആന്തർ, സ്റ്റിഗ്മ, സ്റ്റൈൽ ഇതൊക്കെയാണ് ഒരു ഫ്ലവറിൻ്റെ ഭാഗങ്ങളായിട്ട് വരുന്നത്. പിന്നെ ഈ ഒരു ട്യൂബ് പോലെ കാണുന്ന പോർഷനിൽ ഇതിനെ സ്റ്റേമൻ, ഇത് മൊത്തത്തിൽ പറയുന്നത് സ്റ്റേമൻ എന്നാണ്. ഈ സ്റ്റേമനിൽ വരുന്ന പോർഷൻസാണ് ഈ ട്യൂബ് പോലത്തെ ഫിലമെൻറ്റും മുകളിൽ കാണുന്ന ആന്തറും. പിന്നെ സൈഡിൽ കാണിച്ചിരിക്കുന്നത് ഈ ആന്തറിൻ്റെ ഉള്ളിൽ പോളൻ ഗ്രെയിൻസ് എങ്ങനെയാണ് ഇരിക്കുന്നത്, പോളൻ സാക്കിനുള്ളിലാണ് പോളൻ ഗ്രെയിൻസ് ഇരിക്കുന്നത്. ഇതൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ വരുന്നത് നമ്മളൊരു യങ് ആന്തറിൻ്റെ വ്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിലെന്തെല്ലാം ഉണ്ട്: കണക്റ്റീവ് ടിഷ്യൂ, എപ്പിഡെർമിസ്, എൻഡോതീസിയം, സ്പോറോജിനസ് ടിഷ്യൂ, ടപ്പീറ്റം, മിഡിൽ ലെയേഴ്സ് ഇത്രയുണ്ട്. പിന്നെ ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ആന്തർ ഡെഹിസെൻസിൻ്റെ സമയത്ത് എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളൊരു ഫിഗറും കാണിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതിപ്പോൾ ഈ റൈറ്റ് സൈഡ് കാണിച്ചിരിക്കുന്നത് പോളൻ ഗ്രെയിൻ്റെ ഒരു ടെട്രാഡ് ഫോർമേഷനാണ്. ഓക്കെ, അതായത് ഒരു മൈക്രോസ്പോറിൽ നിന്ന് എങ്ങനെയാണ് പോളൻ ഗ്രെയിൻ മെച്ചുറായിട്ട് വരുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ആണ് ഈ വലതുവശത്തായിട്ട് കാണിച്ചിരിക്കുന്ന ഡയഗ്രാം. അടുത്ത് വരുന്നത് നമ്മളിപ്പോൾ ഓവ്യൂളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് നോക്കി വയ്ക്കുക. അതായത് നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഫിഗർ ഹൈലം, ഫ്യൂണിക്കിൾ, മൈക്രോപൈലാർ പോള്, ഔട്ടർ ഇൻറ്റഗുമെൻറ്റ്, ഇന്നർ ഇൻറ്റഗുമെൻറ്റ്, ന്യൂസെലസ്, എംബ്രിയോസാക്ക്, ചലാസെൽ പോള് ഇത്രയും ഒരു ഓവ്യൂളിൻ്റെ ഭാഗങ്ങളാണ്. ഇനി അടുത്ത് വരുന്നത് ഒരു മെഗാസ്പോർ മദർ സെല്ലിൻ്റെ എൻലാർജ്ഡ് വ്യൂവും പിന്നെ അതിൻ്റെ മെഗാസ്പോർസിൻ്റെയൊക്കെ കാര്യങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു മെച്ചുവർ എംബ്രിയോ സാക്ക് അതിൻ്റെ സെൽസൊക്കെ എന്തൊക്കെയാണ് സ്റ്റേജിലുള്ളത്, ആൻറ്റിപോഡൽസിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, പിന്നെ സെൻട്രലിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, പിന്നെ സൈനർജിഡ്സിന് എന്താണ് സംഭവിക്കുന്നത്, ഇതൊക്കെയാണ് നോക്കേണ്ടത്. പിന്നെ വരുന്നത് പോളിനേഷനിൽ ഈസിയാണ്. അതിൽ പ്രത്യേകിച്ച് ഫിഗേഴ്സ് 2 ടൈപ്പ് ഫ്ലവേഴ്സ് ഒന്ന് നോക്കി വയ്ക്കുക: ചാസ്മോഗാമസ് ഫ്ലവേഴ്സും ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സും. പിന്നെ ടൈപ്സ് ഓഫ് പോളിനേഷനൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു പോവും, അത് മതിയാവും. അടുത്ത ഫിഗർ എങ്ങനെയാണ് സ്റ്റിഗ്മയിൽ വീഴുന്ന പോളൻ ഗ്രെയിൻസ് ജെർമിനേറ്റ് ചെയ്ത് പോകുന്നതെന്നുള്ളതാണ് ഈ ഒരു ഫിഗർ. ഇത് ഫിഗേഴ്സ് എല്ലാം ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ ഏതൊക്കെ ടേംസ് പറയുമ്പോൾ അത് എന്തിൻ്റെയൊക്കെ റിലേറ്റഡ് ആണെന്നുള്ളതൊന്ന് കിട്ടും. പിന്നെ വരുന്നത് ഡബിൾ ഫെർട്ടിലൈസേഷൻ്റെ ഫിഗറാണ് ഈ പറയുന്നത്. പ്രൈമറി എൻഡോസ്പേം ഫോം ചെയ്യുന്നതും പിന്നെ സൈഗോട്ട് ഫോം ചെയ്യുന്നതും അടുത്ത് അവിടെ നിന്ന് എങ്ങനെയാണ് അതിൻ്റെ മെച്ചുറേഷൻ സ്റ്റേജസ് ഓഫ് എംബ്രിയോ ഡെവലപ്മെൻറ്റ് എന്നുള്ളതുമാണ് ഈ ഒരു ഫിഗറിൽ വരുന്നത്. പിന്നെ ഈ ഒരു അതായത് ഡൈക്കോട്ട് എംബ്രിയോൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കി വയ്ക്കണം: പ്ലിമ്യൂള്, കോട്ടിലിഡൻസ്, ഹൈപ്പോകോട്ടയിൽ, റാഡിക്കൽ, റൂട്ട് ക്യാപ്പ്. പിന്നെ അടുത്ത് വരുന്നത് സീഡിൻ്റെ കാര്യം വരുമ്പോൾ അതിലും ഉണ്ട് ഡയഗ്രാംസ്. മെയിനായിട്ട് ഈ കോളിയോടൈൽ, കോളിയോറൈസ, പ്ലിമ്യൂൾ, റാഡിക്കൽ, സ്ക്യൂട്ടലം ഇതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയപ്പോൾ നമ്മുടെ ഡയഗ്രാംസ് ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിലെ കണ്ടൻറ്റ് മുഴുവൻ ഓരോ ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പിലോട്ടാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. രണ്ടാമത്തെ ചോദ്യം: എന്താണ് ഫ്ലവർ? നമുക്കിതിൽ നിന്നും കിട്ടുന്ന മാക്സിമം MCQs ആണ് പറഞ്ഞു പോകുന്നത്. ഫ്ലവർ ഈസ് ദ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഓഫ് ആൻജിയോസ്പേം. സോ ഫ്ലവർ എന്താണ്? ദ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഓഫ് ആൻജിയോസ്പേം. രണ്ടാമത്തെ ചോദ്യം: വാട്ട് ഈസ് ആൻഡ്രീഷ്യം? It is the male sex organ. It consists of what? Stamens. Androecium consists of stamens. Stamen എത്ര പാർട്ട് ഉണ്ട്? 2 പാർട്ട് ഉണ്ട്. One is filament and the another one is what? Anther ആണ് സെക്കൻഡ് പാർട്ട്. ഓക്കെ, ഇനി നമുക്ക് തേർഡ് MCQയിലോട്ട് പോവാം. എന്താണ് മൈക്രോസ്പോറോജെനസിസ്? നമുക്കൊരിക്കലും ക്വസ്റ്റ്യൻ്റെ ആൻസർ റൈറ്റിംഗ് അങ്ങനെ ആയിരിക്കത്തില്ല വരുന്നത്. ഇപ്പോൾ ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർ ഫ്രം മൈക്രോസ്പോർ മദർ സെൽസ് ത്രൂ മിയോസിസ് ഈസ് നോൺ ആസ് എന്ന് പറഞ്ഞിട്ട് ആ പ്രോസസ്സിൻ്റെ പേര് ചോദിക്കാം, മൈക്രോസ്പോറോജെനസിസ്. അല്ലെങ്കിൽ മൈക്രോസ്പോർസ് എന്തിൽ നിന്നാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ അവിടെ ആൻസറായിട്ട് വരുന്നത് ചിലപ്പോൾ മൈക്രോസ്പോർ മദർ സെൽസ് എന്നോ അല്ലെങ്കിൽ പോളൻ മദർ സെൽസ് എന്നോ വരാം. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിക്കായിരിക്കും നമുക്ക് MCQ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ കണ്ടന്റ് ഒന്നും തന്നെ കളയാതെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട്
ആ കണ്ടൻറ്റ് വൈസ് നമ്മുടെ സിലബസിൽ എന്താണോ കണ്ടൻറ്റ് പറഞ്ഞിട്ടുള്ളത്, ടോപ്പിക്ക് പറഞ്ഞിട്ടുള്ളത്, ആ ടോപ്പിക് വൈസ് ആ ഒരു നോട്ട് പോലെ തന്നെ അല്ലെങ്കിൽ ആ ഒരു MCQ പോലെ തന്നെ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഓരോ പോയിന്റ്സ് ആണ് നമ്മൾ ഈ പറയുന്നത്. സോ ഫ്ലവറിൻ്റെ കാര്യം പറഞ്ഞു, റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഓഫ് ആൻജിയോസ്പേം ആണ്. ദെൻ ആൻഡ്രീഷ്യത്തിൻ്റെ കാര്യം പറഞ്ഞു, എന്താണ് ദ മെയിൽ സെക്സ് ഓർഗൻ. പിന്നെ അത് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്, സ്റ്റേമൻസ് വെച്ചിട്ടാണ്. ദെൻ സ്റ്റേമൻസിൻ്റെ 2 പാർട്സ് പറഞ്ഞു, ഫിലമെൻറ്റും ആന്തറും. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഇപ്പോൾ ഞാൻ പറഞ്ഞ മൈക്രോസ്പോറോജെനസിസ്. ജെനസിസ് സിന്തസിസ് അല്ലെങ്കിൽ ഫോർമേഷൻ അല്ലേ. അപ്പോൾ മൈക്രോസ്പോറോജെനസിസ് എന്ന് പറയുമ്പോൾ മൈക്രോസ്പോറിൻ്റെ ഫോർമേഷനാണ്. എന്തിൽ നിന്ന് മൈക്രോസ്പോറിൻ്റെ ഫോർമേഷൻ ഫ്രം മൈക്രോസ്പോർ മദർ സെൽ ഓർ പോളൻ മദർ സെൽ, MMC ഓർ PMC. അതിൽ നിന്ന് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ത്രൂ മിയോസിസ് ആണ് എന്ത് ഫോം ചെയ്യുന്നത്? മൈക്രോസ്പോർസ് ഫോം ചെയ്യുന്നത്. ഈ മൈക്രോസ്പോർ ആണ് പിന്നീട് മെച്ചുവറായിട്ട് പോളൻ ഗ്രെയിൻ ആയിട്ട് മാറുന്നത്. സോ മൈക്രോസ്പോറോജെനിസിസ് കിട്ടി. മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ പോളൻ മദർ സെല്ലിൽ നിന്നും മിയോസിസ് വഴി മൈക്രോസ്പോർ ഉണ്ടാവുന്ന പ്രോസസ്സാണ് മൈക്രോസ്പോറോജെനിസിസ്. അങ്ങനെയാണെങ്കിൽ 4ാമത്തെ ചോദ്യം, ഹൗ മെനി മൈക്രോസ്പൊറാഞ്ചിയ ആർ പ്രസന്റ് ഇൻ എ യങ് ആന്തർ? എത്ര മൈക്രോസ്പൊറാഞ്ചിയ ആണ് ഒരു യങ് ആന്തറിൽ കാണപ്പെടുന്നത്? എത്ര എണ്ണമാണ്? ആൻസർ ഈസ് 4. 4 മൈക്രോസ്പൊറാഞ്ചിയാണ് കാണുന്നത്. അതായത് ആ ഒരു നമ്മൾ ഈച്ച് ലോബ് എടുത്തു കഴിഞ്ഞാൽ ഓരോന്ന് വെച്ചിട്ട് ഓരോ ലോബിലും പെയർ ഓഫ് അല്ലേ, ഓരോ ലോബിലും 2 മൈക്രോസ്പൊറാഞ്ചിയ വെച്ചിട്ട് ടോട്ടൽ 4 മൈക്രോസ്പൊറാഞ്ചിയ പ്രസന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 5ാമത്തെ ഒരു പോയിന്റ് ഞാൻ പറയുന്നത്, ഹൗ മെനി പോളൻ സാക്സ് ആർ പ്രസന്റ് ഇൻ എ മെച്യൂർ ആന്തർ? എത്ര പോളൻ സാക്കുകളാണ് പ്രസന്റ് ആയിട്ടുള്ളത് ഒരു മെച്യൂർ ആന്തറിൽ? ആൻസർ ഈസ് 2. അപ്പോൾ നമ്മൾ 5 കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. 1 ഫ്ലവർ എന്താണ്? റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഓഫ് ആൻജിയോസ്പം. 2 ആൻഡ്രീഷ്യം എന്താണ്? മെയിൽ സെക്സ് ഓർഗൻ കൺസിസ്റ്റ് ഓഫ് സ്റ്റേമൻസിന് 2 പാർട്ട് ഉണ്ട്, ഫിലമെന്റും ആന്തറും. തേർഡ് വൺ ഈസ് മൈക്രോസ്പോറോജെനസിസ്. എന്താണ് പ്രോസസ്സ്? മൈക്രോസ്പോർ ഉണ്ടാകുന്ന പ്രോസസ്സാണ് ഫ്രം മൈക്രോസ്പോർ മദർ സെൽസ് ഓർ പോളൻ മദർ സെൽസ് ത്രൂ മിയോസിസ്. 4ാമത്തേത് മൈക്രോസ്പൊറാഞ്ചിയയുടെ നമ്പറാണ് ചോദിച്ചത്. ആൻസർ ഈസ് 4. ദെൻ 5ാമത്തേത് പോളൻ സാക്കുകളുടെ നമ്പറാണ് ചോദിച്ചത്. ആൻസർ ഈസ് 2. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൈക്രോസ്പോറോജെനസിസ് അല്ലെങ്കിൽ മൈക്രോസ്പോറോജെനസിസ് ആൻഡ് ഗാമറ്റോജെനസിസിൻ്റെ സ്റ്റേജുകളാണ്. മൈക്രോസ്പോറോജെനസിസ് ആൻഡ് ഗാമറ്റോജെനസിസ്, അതായത് മൈക്രോസ്പോറിൻ്റെ ഫോർമേഷനും അതുപോലെ ഗാമേറ്റ്സിൻ്റെ ഫോർമേഷൻ്റെ സ്റ്റേജസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഈച്ച് സെൽ ഓഫ് സ്പോറോജീനസ് ടിഷ്യൂ ഫോംസ് മൈക്രോസ്പോർ മദർ സെൽ ഓർ പോളൻ മദർ സെൽ. നമ്മുടെ മൈക്രോസ്പൊറാഞ്ചിയക്കകത്തുള്ള സ്പോറോജീനസ് ടിഷ്യൂ, മൈക്രോസ്പൊറാഞ്ചിയക്കകത്തുള്ള സ്പോറോജീനസ് ടിഷ്യൂന് എന്ത് സംഭവിക്കും? സ്പോറോജീനസ് ടിഷ്യൂസിൽ നിന്ന് മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ MMC, അതായത് ഈ നമ്മുടെ മൈക്രോസ്പൊറാഞ്ചിയക്കകത്തുള്ള സ്പോറോജീനസ് ടിഷ്യൂന് ഡിഫറൻസിയേഷൻ സംഭവിച്ച് മൈക്രോസ്പോർ മദർ സെല്ല് അല്ലെങ്കിൽ പോളൻ മദർ സെൽസ് ഫോം ചെയ്യും. ഇതാണ് 1ാമത്തെ സ്റ്റെപ്പ്. എങ്ങനെയാണ് മൈക്രോസ്പോർ ഉണ്ടാവുന്നത്, അതുപോലെ ഗാമീറ്റ്സ് ഫോം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ പറഞ്ഞത്. സ്പോറോജീനസ് ടിഷ്യൂവിൽ നിന്ന് മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ പോളൻ മദർ സെല്ല് ഫോം ചെയ്യും. അതിനുശേഷം പോളൻ മദർ സെൽ അണ്ടർഗോ മിയോസിസ് ടു ഫോം മൈക്രോസ്പോർ ടെട്രാഡ്. ഈ പോളൻ മദർ സെല്ലിന് എന്ത് സംഭവിക്കും? മിയോസിസ് സംഭവിച്ചിട്ട് നമുക്ക് കിട്ടുന്നത് മൈക്രോസ്പോർ ടെട്രാഡാണ്. ടെട്രാഡാണ് ഫോം ചെയ്യുന്നത്, മൈക്രോസ്പോർ ടെട്രാഡ്. അതായത് ടെട്രാഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് 4 മൈക്രോസ്പോർസ് ഉണ്ടാകും. അതാണ് മൈക്രോസ്പോർ ടെട്രാഡ്. എന്നിട്ട് എന്ത് സംഭവിക്കും? ലേറ്റർ മൈക്രോസ്പോർസ് സെപ്പറേറ്റ് ആൻഡ് ഡെവലപ്പ് ഇൻറ്റു പോളൻ ഗ്രെയിൻ. എന്നിട്ട് ഈ മൈക്രോസ്പോർസിന് അഗെയിൻ അവരെല്ലാവരും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യും. പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യും. അല്ലെങ്കിൽ ഈ പോളൻ ഗ്രെയിനിനെ തന്നെയാണ് നമ്മൾ പറയുന്നത് മെയിൽ ഗെമറ്റോഫൈറ്റ്. അപ്പോൾ എവിടെ നിന്നാണ് ഫോം ചെയ്തത്? സ്പോറോജിനസ് ടിഷ്യൂസിൽ നിന്ന് മൈക്രോസ്പോർ മദർ സെൽസ് ഓർ പോളൻ മദർ സെൽസ്, അവർക്ക് മിയോസിസ് സംഭവിച്ചിട്ട് മൈക്രോസ്പോർ ടെട്രാഡിൽ നിന്നും പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ മെയിൽ ഗാമറ്റോഫൈറ്റ് ഫോം ചെയ്തു. ഇനി
ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഇൻ പോളൻ ഗ്രെയിൻ അണ്ടർഗോ മൈറ്റോസിസ് ടു ഫോം ടു സെൽഡ് പോളൻ ഗ്രെയിൻ. അതായത് ഈ പോളൻ ഗ്രെയിനിലെ ഹാപ്ലോയിഡ് ന്യൂക്ലിയസിന് എന്ത് സംഭവിക്കും? അവർക്കൊരു മൈറ്റോസിസ്, ഓക്കെ, മൈറ്റോസിസ് ഫസ്റ്റ് ഒരു മൈറ്റോസിസ്, നമുക്ക് വേണമെങ്കിൽ മൈറ്റോസിസ് നമ്പർ 1 കൊടുക്കാം. മൈറ്റോസിസ് 1 കഴിയുമ്പോഴത്തേക്കും ഇവിടെ 2 സെൽഡ് സ്റ്റേജ് ആണ് ഉണ്ടാകുന്നത്. ടു സെൽഡ് സ്റ്റേജ്. അത് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വെജിറ്റേറ്റീവ് സെല്ലും പിന്നെ ഒരു ജനറേറ്റീവ് സെല്ലും, ജനറേറ്റീവ് സെല്ലും ഫോം ചെയ്യും. ഈ ജനറേറ്റീവ് സെല്ലിന് എഗെയിൻ എന്ത് സംഭവിക്കും? മൈറ്റോസിസ് നടക്കാം. സോ ഇത് എല്ലാത്തിലും നടക്കണം എന്ന് നിർബന്ധമില്ല. സോ ചിലതിൽ ഒരു മൈറ്റോസിസ് കൂടെ നടക്കുകയാണെങ്കിൽ അത് ഈ ജനറേറ്റീവ് സെല്ലിനാണ് സംഭവിക്കുന്നത്. അതായത് മൈറ്റോസിസ് സെക്കൻഡ് സംഭവിച്ചിട്ട് അവിടെ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3 സെൽഡ് സ്റ്റേജ് ആയിരിക്കും. സോ ഫസ്റ്റ് മൈറ്റോസിസ് കഴിഞ്ഞപ്പോൾ നമുക്ക് 2 സെൽഡ് സ്റ്റേജ് ആയിരുന്നു. അവിടെ ഒരു വെജിറ്റേറ്റീവ് സെല്ലും പിന്നെ ഒരു ജനറേറ്റീവ് സെല്ലും. രണ്ടാമത് മൈറ്റോസിസ് സംഭവിച്ചപ്പോൾ 3 സെൽഡ് സ്റ്റേജ് ആണ് വന്നത്. അതിനകത്തെന്ന് പറയുന്നത് ഈ ഒരു വെജിറ്റേറ്റീവ് സെല്ലും പിന്നെ 2 മെയിൽ ഗമീറ്റ്സും ഫോം ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ മൈക്രോസ്പോറോജെനസിസ്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഗമീറ്റ്സ് ഫോം ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന് ഗാമറ്റോജെനസിസ് എന്നും പറയാം. സോ ഇതിൻ്റെ ഫോർമേഷൻ പിടികിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേഗം അടുത്തതിലോട്ട് പോവാം. സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ നമ്മളിത് 6ാമത്തെ പോയിന്റാണ് ഈ മൈക്രോസ്പോറോജെനസിസ് പറഞ്ഞത്. ഇനി 7ാമത്തെ പോയിന്റിൽ പറയുന്നത് സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം. എന്തൊക്കെയാണ് മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചറിൽ വരുന്നത്? 4 ലെയേഴ്സ് ആണ് പറയുന്നത്, അല്ലേ? 4 വാൾ ലെയേഴ്സ് ആണ് പറയുന്നത്. ഏതൊക്കെയാണ് നമുക്ക് പറയാം? എപ്പിഡെർമിസ്, എൻഡോതീസിയം, മിഡിൽ ലെയേഴ്സ് ആൻഡ് ടപ്പീറ്റം. വേണമെങ്കിൽ നമുക്ക് ഒരു കോഡ് വെച്ചിട്ട് പറയാം. മീറ്റ് എന്ന് പറയാം, അല്ലേ? മീറ്റ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? മീറ്റ് എന്ന് പറയുമ്പോൾ ഓർക്കുക, അത് നമ്മുടെ മൈക്രോസ്പൊറാഞ്ചിയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മൈക്രോസ്പൊറാഞ്ചിയമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഡാണ് ഞാൻ ഈ പറഞ്ഞ മീറ്റ് എന്ന് പറയുമ്പോൾ എം മിഡിൽ ലെയർ, E for epidermis ആൻഡ് രണ്ടാമത്തെ E for endothelium ആൻഡ് T for tapetum. അതായത് മീറ്റ് മൈക്രോസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിൽ മൈക്രോസ്പൊറാഞ്ചിയമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടേംസ് ആണ് മീറ്റ് എന്ന് ഞാൻ പറഞ്ഞത്. അതായത് നമുക്കിപ്പോൾ എക്സാമിന് ചോദിക്കാം എപ്പിഡെർമിസ് അല്ലെങ്കിൽ എൻഡോതീസിയം റിലേറ്റഡ് ടു വിച്ച് പാർട്ട് ഓഫ് പ്ലാന്റ്. താഴെ കൊടുത്തിരിക്കാം മൈക്രോസ്പൊറാഞ്ചിയം, പിന്നെ ഓവ്യൂള് കൊടുത്തിരിക്കാം, റൂട്ട് കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പോർഷൻ, ഒരു സ്റ്റൊമാറ്റോ കൊടുത്തിരിക്കാം. അപ്പോൾ അതിൽ നമുക്ക് കറക്റ്റായിട്ട് പിക്ക് ചെയ്യാൻ പറ്റണം. ഈ എപ്പിഡെർമിസ് അല്ലെങ്കിൽ എൻഡോതീസിയം ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നമ്മുടെ മീറ്റിനകത്താണ് വരുന്നത്. മീറ്റിൽ നിന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത് ഏതാണ്? മൈക്രോസ്പൊറാഞ്ചിയമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആണ്. സോ നമുക്കിവിടെ പറയാം മൈക്രോസ്പൊറാഞ്ചിയമാണ് ആൻസർ. സോ ഈ മീറ്റ് എന്ന് പറയുന്നത് എന്താണ് മീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ 4 ലെയേഴ്സ് ആണ് കേട്ടോ. അതിൻ്റെ വാൾ ലെയേഴ്സ് ആണ് ഈ മീറ്റ്. അതായത് എപ്പിഡെർമിസ് ആണ് ഔട്ടറിൽ വരുന്നത്, ദെൻ എൻഡോതീസിയം വരും, ദെൻ മിഡിൽ ലെയേഴ്സ് വരും, ദെൻ അകത്ത് ടപ്പീറ്റം വരും. ഇതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ ഒന്ന് നോക്കി വയ്ക്കുക. അതിൽ എപ്പിഡെർമിസ്, എൻഡോതീസിയം, മിഡിൽ ലെയേഴ്സ്, ഈ ഫസ്റ്റ് 3 ലെയേഴ്സിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ആൻഡ് ഡെഹിസൻസ് ഓഫ് ആന്തർ ടു റിലീസ് പോളൻ. അതായത് പോളൻ്റെയൊക്കെ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ പോളൻ്റെ ഡെഹിസൻസിനും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഈ ആദ്യത്തെ 3 ലെയേഴ്സ് വരുന്നത്. ദെൻ ഏറ്റവും ഇന്നർമോസ്റ്റ് ടപ്പീറ്റത്തിൻ്റെ പ്രത്യേകത ഒന്ന് ഇന്നർമോസ്റ്റ് ലെയർ ആണ്. രണ്ടാമത്തത് ഇന്നർമോസ്റ്റ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് വാൾ കണ്ടെയ്ൻ ഡെൻസ് ആയിട്ടുള്ള സൈറ്റോപ്ലാസം ആണ് ഇതിനകത്ത് കാണുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗീവ് ഫുഡ് ടു ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ്. ഡെവലപ്പ് ചെയ്ത് വരുന്ന പോളൻ ഗ്രെയിൻസിന് ആവശ്യമായിട്ടുള്ള ഫുഡ് കൊടുക്കുക, നറിഷ്മെൻറ്റ് കൊടുക്കുക എന്നുള്ള ഫംഗ്ഷൻ ആരുടേതാണ്? ടപ്പീറ്റം. ഇതൊരു നല്ലൊരു സ്ട്രക്ചർ ഓഫ് എന്താണ്? പോളൻ ഗ്രെയിൻ. സ്ട്രക്ചർ ഓഫ് പോളൻ ഗ്രെയിൻ ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പറയാം നമുക്കിത് സ്ഫെറിക്കൽ ഷേപ്പാണ്. ഷേപ്പ് എന്താണ്? സ്ഫെറിക്കൽ ഇൻ ഷേപ്പാണ്. രണ്ടാമത്തേത് ഇവരുടെ ഡയമീറ്റർ എത്രയാണ്? 25 to 50 മൈക്രോമീറ്റർ ഇൻ ഡയമീറ്റർ ആണ്. പിന്നെ ഇതിന് എത്ര വാൾ ലെയേഴ്സ് ഉണ്ടെന്ന് അറിയാമോ? ടു വാൾ ലെയേഴ്സ്. ഇതിന് ടു വാൾ ലെയേഴ്സ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ one is exine and the second one is intine. exine എന്ന് പറയുമ്പോൾ ഔട്ടർ ലെയർ ആണ്, ഹാർഡാണ്. പോളൻ ഗ്രെയിനിൻ്റെ ഔട്ടർ ഹാർഡായിട്ടുള്ള ലെയറാണ് എക്സൈൻ. പിന്നെ പോളൻ ഗ്രെയിനിൻ്റെ ഇന്നർ
തിൻ ലെയറാണ് എന്തോന്ന് ഇൻഡൈൻ എന്ന് പറയുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു MCQ ആണ്. എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? സ്പോറോപൊളിനിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേസമയം ഇൻഡൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസും പെക്റ്റിനും കൊണ്ടാണ് ഇൻഡൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ സെൻട്രൽ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ്, ഇവരുടെ ന്യൂക്ലിയസ് എങ്ങനെയായിരിക്കും? ഹാപ്ലോയിഡ് ആണ്. ഹാപ്ലോയിഡ് എന്താണ് നേച്ചറാണ്. പിന്നെ ചുറ്റിലായിട്ട് ഡെൻസ് സൈറ്റോപ്ലാസം ഉണ്ടാവും, ഹാപ്ലോയിഡ് ന്യൂക്ലിയസും പിന്നെ സൈറ്റോപ്ലാസം ഉണ്ട്. ഇതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് കാണുന്ന എന്താണ്? പ്ലാസ്മ മെംബ്രെയിൻ ആണ്, വിച്ച് ഈസ് സറൗണ്ടഡ് ബൈ എ പ്ലാസ്മ മെംബ്രെയിൻ. പിന്നെ ലേറ്റർ വാക്യൂൾ ഡെവലപ്പ് പുഷിംഗ് ന്യൂക്ലിയസ് ടുവേർഡ്സ് പെരിഫറി. അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത് ഇത്രയും നോക്കി വയ്ക്കുക. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സ്ട്രക്ചർ ഓഫ് പോളൻ ഗ്രെയിനിൽ അതിൻ്റെ ഷേപ്പ് പറഞ്ഞു, സ്ഫെറിക്കൽ ഷേപ്പാണ്. പിന്നെ ഡയമീറ്റർ പറഞ്ഞു 25 to 50 മൈക്രോമീറ്റർ ഇൻ ഡയമീറ്റർ ആണ് അതിൻ്റെ സൈസ് വരുന്നത്. പിന്നെ 2 വാൾ ലെയേഴ്സ് ഉണ്ട്, എക്സൈനും ഇൻഡൈനും. എക്സൈൻ എന്ന് പറയുമ്പോൾ ഔട്ടറാണ്, ഹാർഡ് ലെയറാണ്, മേഡപ്പ് ഓഫ് സ്പോറോപൊളിനിൻ. ഇൻഡൈൻ എന്ന് പറയുന്നത് ഇന്നർ ലെയറാണ്, വിച്ച് ഈസ് എ തിൻ ലെയർ ആൻഡ് മേഡപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. പിന്നെ എന്താണ്? ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് സറൗണ്ടഡ് ബൈ ഡെൻസ് സൈറ്റോപ്ലാസം ആൻഡ് ഇറ്റ് ഈസ് എന്താണ്? ഈ സൈറ്റോപ്ലാസത്തിനെ കവർ ചെയ്തുകൊണ്ട് കാണുന്ന മെംബ്രെയിൻ ഏതാണ്? പ്ലാസ്മ മെംബ്രെയിൻ ആണ് ഉള്ളത്. അടുത്ത് ഇനി ഒരു പോയിന്റ് കൂടെ നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു ഗാമെറ്റോജെനസിസിൽ മൈറ്റോസിസ് 2 തവണ നടക്കുമെന്ന് പറഞ്ഞല്ലേ. ഒന്നാമത്തെ തവണ നടക്കുന്നത് കോമൺ ആണ്. രണ്ടാമത്തെ മൈറ്റോസിസ് ചില പ്ലാന്റ്സിലൊക്കെ കണ്ടുവരാറുണ്ട്. സോ മൈറ്റോസിസ് 1, മൈറ്റോസിസ് 2 നമുക്ക് ടുഗദർ പറയാം. 2 മൈറ്റോട്ടിക് ഡിവിഷൻ ഉണ്ടാകുന്നു എന്ന് പറയാം. ലീഡ്സ് ടു ദി ഫോർമേഷൻ ഓഫ് എന്താണ്? 2 മൈറ്റോട്ടിക് ഡിവിഷൻ. ഫസ്റ്റ് മൈറ്റോസിസ് മാത്രമാണെങ്കിൽ 2 സെൽഡ് സ്റ്റേജും സെക്കൻഡ് മൈറ്റോസിസ് കൂടെ നടക്കുകയാണെങ്കിൽ 3 സെൽഡ് പോളൻ ഗ്രെയിനും ഫോം ചെയ്യും എന്ന് പറയാം. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് പോളൻ ഗ്രെയിനിലുള്ള ഒരു പോർഷനാണ് ജേം പോർസ്. GERM ജേം പോർസ് എന്താണ്? തിൻ വാൾഡ് ഏരിയ, തിന്നായിട്ടുള്ള ഏരിയയാണ്. എവിടെ കാണുന്നത്? ഇൻ എക്സൈനിൽ കാണുന്ന തിൻ വാൾഡ് ഏരിയയാണ് ജേം പോർസ്. വെയർ സ്പോറോപൊളിനിൻ ഈസ് ആബ്സെൻറ്റ്. നമ്മൾ പറഞ്ഞു എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്പോറോപൊളിനിൻ വെച്ചിട്ടാണ്. അതാണ് അത്രയും ഹാർഡ്നെസ് കൊടുക്കുന്നത്. സോ ചില ഭാഗത്ത് ഈ സ്പോറോപൊളിനിൻ എന്ത് ചെയ്യത്തില്ല? കാണത്തില്ല. ആ പോർഷനെ പറയുന്ന പേരാണ് ജേം പോർസ് എന്ന് പറയുന്നത്. ഇതുവഴി എന്ത് സംഭവിക്കും? പോളൻ ട്യൂബ്സ് comes out through this germ pore during germination. അപ്പോൾ ജെർമിനേഷൻ്റെ സമയത്ത്, അതായത് പോളൻ ഗ്രെയിൻ്റെ ജെർമിനേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഗെമീറ്റ്സിൻ്റെ ജെർമിനേഷൻ്റെ സമയത്ത് എന്ത് ചെയ്യും? ഈ ഒരു പോളൻ ട്യൂബ് ഫോം ചെയ്യും. ഈ പോളൻ ട്യൂബ് ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്? ഈ സ്പോറോപൊളിനിൻ ഇല്ലാത്ത തിന്നായിട്ടുള്ള പോർഷൻ പറഞ്ഞല്ലോ ജേം പോർ ആണെന്ന്. ആ ജേം പോർ വഴിയിട്ടാണ് പോളൻ ട്യൂബ് വരുന്നത്. പിന്നെ പോളൻ ട്യൂബ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്യൂബ് ഫോംഡ് ബൈ പോളൻ ഗ്രെയിനിൽ നിന്നും ഫോം ചെയ്യുന്ന ഒരു ട്യൂബാണ് പോളൻ ട്യൂബ്. ആൻഡ് ഇറ്റ് ക്യാരി 2 മെയിൽ ഗമീറ്റ്സ് ഇൻ ടു ദി എംബ്രിയോ സാക്ക്. ഇതിനകത്ത് 2 മെയിൽ ഗാമീറ്റ്സ് കാണും. ഇത് എന്തിൻ്റെ അകത്തോട്ടാണ് പ്രവേശിക്കുന്നത്? നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ അല്ലെങ്കിൽ അതിൻ്റെ എംബ്രിയോ സാക്ക്, ഫീമെയിൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന എംബ്രിയോ സാക്ക് എന്ന് പറയുന്ന ഏരിയയിലോട്ട് കൊണ്ടു ചെല്ലുന്നതാണ്. ഈ മെയിൽ ഗമീറ്റ്സിനെ കൊണ്ടു ചെല്ലുന്ന ആളാണ് പോളൻ ട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും നമ്മൾ ഓൾറെഡി പറഞ്ഞു. പോളൻ ഗ്രെയിൻ്റെ മൈറ്റോസിസ് നടക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു വെജിറ്റേറ്റീവ് സെല്ലും ഒരു ജനറേറ്റീവ് സെല്ലും ഫോം ചെയ്യുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ പ്രത്യേകത എന്താണ്? ബിഗർ ആണ്. വെജിറ്റേറ്റീവ് സെൽ എന്ന് പറയുമ്പോൾ ബിഗർ സെല്ലാണ്. കണ്ടെയ്ൻ റിസർവ് ഫുഡ് മെറ്റീരിയൽസ്. ഇതിനകത്ത് എന്ത് കാണും? റിസർവ് ഫുഡ് മെറ്റീരിയൽസ് പ്രസൻ്റ് ആയിരിക്കും. പിന്നെ ലാർജ് ഇറഗുലർലി ഷേപ്ഡ് ന്യൂക്ലിയസ്, ലാർജ് ന്യൂക്ലിയസും ആണ്, പ്ലസ് ഇറഗുലർ ഷേപ്പുമാണ്. ഇറഗുലർ ഷേപ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് പ്രസൻ്റ് ആയിട്ടുള്ളതാണ് വെജിറ്റേറ്റീവ് സെല്ലിൽ. ഓക്കെ, വെജിറ്റേറ്റീവ് സെല്ല്. ഇനി നമുക്ക് ജനറേറ്റീവ് സെല്ലിൻ്റെ കാര്യം നോക്കാം. എന്തായിരിക്കും? മറ്റേത് ബിഗർ ആണെങ്കിൽ ഇത് സ്മോൾ സെല്ലാണ്. മറ്റേടത്ത് എന്തായിരുന്നു? റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ആയിരുന്നു. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പറയാം ഫ്ലോട്ട് ഇൻ ദ സൈറ്റോപ്ലാസം ഓഫ് വെജിറ്റേറ്റീവ് സെൽ. ഈ വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ ജസ്റ്റ് ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ് ഈ ജനറേറ്റീവ് സെൽ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്പിൻഡിൽ ഷേപ്പാണ്. സ്പിൻഡിൽ ഷേപ്ഡ് വിത്ത് ഡെൻസ് സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. അപ്പോൾ ജനറേറ്റീവ് സെല്ലിനകത്താണ് ആര് കാണുന്നത്? ന്യൂക്ലിയസ് കാണുന്നത് ജനറേറ്റീവ് സെല്ലിനകത്താണ്.
ഓക്കെ. അപ്പോൾ നമ്മുടെ പോളൻ ട്യൂബായി, വെജിറ്റേറ്റീവ് സെല്ലായി, ജനറേറ്റീവ് സെല്ലായി. ഇപ്പം ഇത്രയും നേരം നമ്മൾ പറഞ്ഞതൊക്കെ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ആദ്യം പോളൻഗിൻ്റെ സ്ട്രക്ചർ വൈസ് ആണ് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത്. പിന്നെ ജേം പവർ പറഞ്ഞു, പിന്നെ നമ്മൾ എക്സൈൻ ഇൻറ്റൈനൊക്കെ പറഞ്ഞു. അതിനുശേഷം ഇവരുടെ മൈറ്റോസിസ് നടന്നിട്ട് വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും ഫോം ചെയ്യുന്ന കാര്യം പറഞ്ഞു. പിന്നെ ആ 2 സെല്ലിൻ്റെയും പ്രത്യേകതകളും പറഞ്ഞു. ഇനി പോളൻ ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. സ്റ്റോറേജ് ഓഫ് പോളൻ ഗ്രെയിൻസ് ഇൻ ലിക്വിഡ് നൈട്രജൻ ആയിട്ടുള്ള -196 സെൽഷ്യസിലെ നൈട്രജനിൽ പ്രിസർവ് ചെയ്ത് വയ്ക്കുന്ന ആ ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ പോളൻ ബാങ്ക് എന്ന് പറയുന്നത്, അല്ലേ? പോളൻ ഗ്രെയിൻസിനെ അങ്ങനെ പ്രിസർവ് ചെയ്യുന്നതാണ് പോളൻ ബാങ്ക്. പോളൻ ബാങ്ക് നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? ക്യാൻ ബി യൂസ്ഡ് ഇൻ ക്രോപ്പ് ബ്രീഡിംഗ് പ്രോഗ്രാംസ്. ക്രോപ്പ് ബ്രീഡിയൊക്കെ പലതരത്തിലുള്ള വിളകളൊക്കെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് 3, 2, 1, 0. ഇനി നമുക്ക് നോക്കാം ഗൈനീഷ്യം. ഓക്കെ, ഗൈനീഷ്യം നോക്കാം. ഗൈനീഷ്യം എന്ന് പറയുമ്പോൾ ഫീമെയിൽ സെക്സ് ഓർഗനാണ്, അല്ലേ? ഫീമെയിൽ സെക്സ് ഓർഗനാണ് ഗൈനീഷ്യം. പിന്നെ ഗൈനീഷ്യം ഉണ്ടാക്കിയിരിക്കുന്നത് എന്താ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് യൂണിറ്റീസ് കാർപ്പലാണ്, അല്ലേ? കാർപ്പൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് ആരൊക്കെയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? ഓവറി, സ്റ്റിഗ്മ, അല്ലെങ്കിൽ സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി. അതാണ് ആ ഒരു കറക്റ്റ് ഇതിൽ വരുന്നത്, ഓർഡറിൽ വരുന്നത്. സ്റ്റിഗ്മ സ്റ്റൈൽ, പിന്നെ ഓവറി, സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി. അടുത്ത് വരുന്ന എന്താണ്? നമ്മൾ നേരത്തെ മൈക്രോസ്പോറിൻ്റെ ജെനസിസ് പറഞ്ഞതുപോലെ ഇവിടെ മെഗാസ്പോറിൻ്റെ ജെനസിസും ഉണ്ട്. മെഗാസ്പോറോജെനസിസ് എന്തായിരിക്കും? ഫോർമേഷൻ ഓഫ് മെഗാസ്പോർസ് ഫ്രം മെഗാസ്പോർ മദർ സെൽ ത്രൂ മിയോസിസ്. നമ്മൾ നേരത്തെ മൈക്രോസ്പോർ മദർ സെൽ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മെഗാസ്പോർ മദർ സെൽസിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നത്? മെഗാസ്പോർസ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മെഗാസ്പോറോജെനസിസ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റേജസ് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് മെഗാസ്പോർ മദർ സെല്ല് ഡെവലപ്സ് വിത്തിൻ ദ ഓവ്യൂൾ. ആദ്യം എന്ത് ചെയ്യും? മെഗാസ്പോർ മദർ സെൽസ് എന്തിനകത്ത് ഫോം ചെയ്യും? ഓവ്യൂളിനുള്ളിൽ അത് ഫോം ചെയ്ത് വരും. അതിനുശേഷം മെഗാസ്പോർ മദർ സെല്ലിന് മിയോസിസ് നടന്നിട്ട് 4 മെഗാസ്പോർസ് ഉണ്ടാവും. മെഗാസ്പോർ മദർ സെല്ലിന് മിയോസിസ് സംഭവിച്ചിട്ട് മെഗാസ്പോർ എത്ര എണ്ണം ഉണ്ടാവും? 4 മെഗാസ്പോർ ഫോം ചെയ്യും. ലീനിയർ ടെട്രാഡായിട്ട്, അല്ലേ? 4 മെഗാസ്പോർസ് ഫോം ചെയ്യും. അതിൽ 3 മെഗാസ്പോർസ് ഡീജനറേറ്റ് ചെയ്ത് പോവും. ഇതിൽ 3യും എന്താണ്? ഡീജനറേറ്റ് ചെയ്ത് പോവും. ബാക്കി 1 ഫങ്ഷണൽ ആയിട്ടുള്ളത്. ഈ ഫങ്ഷണൽ മെഗാസ്പോറിന് എന്ത് സംഭവിക്കും? അണ്ടർഗോ 3 റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷൻസ്. ഇതിന് 3 റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷൻസ്, മൈറ്റോസിസ്. എത്ര മൈറ്റോസിസ് സംഭവിക്കും? 3 മൈറ്റോസിസ് സംഭവിക്കും. 3 റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിച്ചിട്ട് എന്ത് ഫോം ചെയ്യും? 8 ന്യൂക്ലിയസ് ഫോം ചെയ്യും. 8 ന്യൂക്ലിയസ് ഫോം ചെയ്യും. അങ്ങനെ ഈ ഉണ്ടായ 8 ന്യൂക്ലിയസിൽ ഔട്ട് ഓഫ് 8 ന്യൂക്ലിയസ് 3 ലൊക്കേറ്റഡ് അറ്റ് ചലാസൽ റീജിയൻ. 3C എന്ന് എഴുതാം. 3 അറ്റ് ചലാസൽ റീജിയനിലോട്ട് 3 പോകും. 3 ലൊക്കേറ്റഡ് അറ്റ് മൈക്രോപൈലാർ റീജിയൻ ആൻഡ് 2 റിമെയിൻ ഇൻ ദ സെൻറ്റർ. നമുക്ക് കോഡ് ഇട്ട് പറയാം. 3, 2, 3. എന്താണ്? 8 ന്യൂക്ലിയേറ്റഡ്. 3, 3, 6. 6ഉം 2ഉം 8. ഈ 8 ന്യൂക്ലിയസ് ഫോം ചെയ്തെടുത്ത് 3 2 അറ്റത്തോട്ടും പോയിട്ട് നടുക്ക് ഉള്ള 2 സെൻറ്ററിൽ തന്നെ കിടക്കുന്നു. 3, 2, 3. ഇതാണ് നമ്മുടെ മെഗാസ്പോറിൻ്റെ ഫോർമേഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയായി. ഇനി പിന്നെ എന്ത് സംഭവിക്കും? സൈറ്റോകൈനസിസ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് 7. സൈറ്റോകൈനസിസ് എന്ന് പറയുമ്പോഴത്തേക്കും സൈറ്റോപ്ലാസത്തിൻ്റെയൊക്കെ ഡിവിഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7 സെൽഡ് ആൻഡ് 8 ന്യൂക്ലിയേറ്റഡ് സ്റ്റേജ് വരും. 8 ന്യൂക്ലിയേറ്റഡ്. നമ്മുടെ ന്യൂക്ലിയസ് 8ഉം സെല്ലുകളുടെ എണ്ണം 7ഉം തരത്തിലുള്ള നമുക്ക് എന്ത് ഫോം ചെയ്യും? എംബ്രിയോ സാക്ക് ഫോം ചെയ്യും. എംബ്രിയോ സാക്ക് എന്ന് പറയുമ്പോൾ 7 സെൽഡും ആയിരിക്കും. ന്യൂക്ലിയസിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും 8 ന്യൂക്ലിയേറ്റഡ് സ്റ്റേജും ആയിരിക്കും എംബ്രിയോ സാക്കിന്. ഈ എംബ്രിയോ സാക്കിനെയാണ് നമ്മൾ പറയുന്നത് എന്തെന്ന്? ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. അപ്പം
നോക്കി വയ്ക്കുക. ഗൈനീഷ്യം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഫീമെയിൽ സെക്സ് ഓർഗനാണ് ഗൈനീഷ്യം, വിച്ച് കണ്ടെയ്ൻ കാർപ്പൽസ് അല്ലെങ്കിൽ വിച്ച് കൺസിസ്റ്റ് ഓഫ് കാർപ്പൽസ്. കാർപ്പൽസിൽ എന്തൊക്കെയാണുള്ളത്? സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി അല്ലെങ്കിൽ ഓവറി, സ്റ്റിഗ്മ, സ്റ്റൈൽ. എന്നിട്ട് ഈ കാർപ്പലിൽ ഇനി നമ്മൾ പറയുന്നത് മെഗാസ്പോർസിൻ്റെ ഫോർമേഷനാണ്, മെഗാസ്പോറോജെനസിസ്. അതിന് സ്റ്റാർട്ടിങ് ആരാണ്? മെഗാസ്പോർ. ഓവ്യൂളിനകത്തെ മെഗാസ്പോർ മദർ സെൽസിന് മിയോസിസ് സംഭവിച്ചിട്ട് മെഗാസ്പോർസ് ഫോം ചെയ്യും. 4 എണ്ണമാണ് ഉണ്ടാവുന്നത്. അതിൽ 3 എണ്ണം ഡീജനറേറ്റ് ചെയ്ത് പോവും, ഒരെണ്ണമാണ് ഫങ്ഷണൽ. ഈ ഫങ്ഷണൽ മെഗാസ്പോറിന് മൈറ്റോസിസ് സംഭവിക്കുക. എത്ര? 3 മൈറ്റോസിസ് സംഭവിച്ചതിന് ശേഷം 8 ന്യൂക്ലിയസ് ഫോം ചെയ്യും. അതിൽ 3 എണ്ണം ചലാസൽ എൻഡിലോട്ടും 3 എണ്ണം മൈക്രോപൈലർ എൻഡിലോട്ടും 2 എണ്ണം സെൻറ്ററിലോട്ടും എന്ത് ചെയ്യും? മൂവ് ചെയ്ത് പോവും. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റ് എന്തോന്നാണ്? എംബ്രിയോ സാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആണ്. ഇതിൻ്റെ പ്രത്യേകത 7 സെൽഡും 8 ന്യൂക്ലിയേറ്റുമായിട്ടുള്ള സ്ട്രക്ചറാണ് നമ്മുടെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഓർ എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് പറയാം ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് സ്ഥിരം വരുന്നതാണ്, ഡെവലപ്മെൻറ്റ് ഓഫ് ഫീമെയിൽ ഗെമറ്റോഫൈറ്റ്. ഈ ഫീമെയിൽ ഗെമറ്റോഫൈറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് മോണോസ്പോറിക് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ് എന്നാണ് അതിനെ പറയുന്നത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് എംബ്രിയോ സാക്ക് ഡെവലപ്ഡ് ഫ്രം സിംഗിൾ ഹാപ്ലോയിഡ് മെഗാസ്പോർ. ഒറ്റ മെഗാസ്പോറിൽ നല്ലേ ഫോം ചെയ്തോളൂ. 4 പേരുണ്ടായിരുന്നെങ്കിലും ഫങ്ഷണലായിട്ടുള്ള മെഗാസ്പോർ ഒന്നാണ്. ആ ഒറ്റ മെഗാസ്പോറിൽ നിന്നാണ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഫോം ചെയ്തത്. അതുകൊണ്ട് നമുക്കിതിനെ പറയാം ഇറ്റ് ഈസ് എ മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഓവ്യൂളിൻ്റെ സ്ട്രക്ചറാണ്. സ്ട്രക്ചർ ഓഫ് ഓവ്യൂളിൻ്റെ സ്ട്രക്ചറാണ് നോക്കുന്നത്. കറക്റ്റായിട്ടുള്ള ഫിഗർ എല്ലാം നിങ്ങൾ NCERT നോക്കി തന്നെ പഠിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ വരുന്ന എന്തെല്ലാം പാർട്സ് ആണ്? ഹൈലമുണ്ട്, ഫ്യൂണിക്കിളുണ്ട്, മൈക്രോപൈലുണ്ട്, ഔട്ടർ ഇൻ്റർഗുമെൻറ്റും ഇന്നർ ഇൻ്റർഗുമെൻറ്റും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ന്യൂസലസ് ഉണ്ട്. പിന്നെ ഇന്നറിലാണ് ആരിയിരിക്കുന്നത്? എംബ്രിയോ സാക്ക് ഇരിക്കുന്നത്. പിന്നെ താഴത്തെ പോർഷൻ ചലാസൽ ബോൾ എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫ്യൂണിക്കിൾ ഓരോന്നിൻ്റെയും ഫംഗ്ഷനാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഓരോന്നിനെ പറ്റിയും ഓരോരോ ചെറിയ പോയിന്റ്സ് പറഞ്ഞു പോകാം. ആദ്യം നമ്മൾ പറയുന്നത് ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത് സ്റ്റോക്ക് ഓഫ് ദി ഓവ്യൂൾ. ഓവ്യൂളിൻ്റെ സ്റ്റോക്കിനെ പറയുന്ന പേരാണ് ഫ്യൂണിക്കിൾ. അങ്ങനെയാണെങ്കിൽ ഹൈലം എന്താണ്? ഹൈലം ജംഗ്ഷൻ ബിറ്റ്വീൻ ഓവ്യൂൾ ആൻഡ് ഫ്യൂണിക്കിൾ. ഈ ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത് സ്റ്റോക്കാണെന്ന് പറഞ്ഞു. ഈ ഫ്യൂണിക്കിളിൻ്റെതും അതുപോലെ ഓവ്യൂളിൻ്റെയും ജംഗ്ഷനെയാണ്, അവിടുത്തെ ജംഗ്ഷനെയാണ് പറയുന്നത് എന്താണ്? ഹൈലം എന്ന് പറയുന്നത്. ജംഗ്ഷനെയാണ് ഹൈലം എന്ന് പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ HIJ അല്ലേ, HIJ അങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ ഹൈ ജെ ജംഗ്ഷനാണ്. HIJ ഹൈലം, J ഫോർ ജംഗ്ഷൻ. എന്താണ് ഹൈലം? എന്തിൻ്റെയൊക്കെ ജംഗ്ഷനാണ്? ഫ്യൂണിക്കിളിൻ്റെയും. തൊട്ടടുത്ത് കാണുന്ന ഫ്യൂണിക്കിൾ അല്ലേ, തൊട്ടടുത്തല്ല മുകളിലായിട്ടാണ് ഫ്യൂണിക്കിൾ വരുന്നത്. ആ ഒരു സ്റ്റോക്ക് ഏരിയയാണ് ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത്. സോ ആ ഫ്യൂണിക്കിളും അതുപോലെ ഓവ്യൂളും തമ്മിലുള്ള ജംഗ്ഷനെയാണ് ഹൈലം എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് എന്താണ്? ന്യൂസെലസ്. എന്താണ് ന്യൂസെലസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മൾട്ടി സെല്ലുലാർ മാസ് ഓഫ് ടിഷ്യൂ ആണ് വിത്ത് റിസർവ് ഫുഡ് മെറ്റീരിയൽസ്. ന്യൂസെലസിനകത്താണ് റിസർവ് ഫുഡ് ന്യൂസെലസിനകത്താണ് റിസർവ് ഫുഡ് കാണുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫുഡ്? ഗീവ് ഫുഡ് ടു എംബ്രിയോ സാക്ക്. നമ്മൾ നേരത്തെ ടപ്പീറ്റം ആർക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു? പോളൻ ഗ്രെയിൻസിന്, ഡെവലപ്പിംഗ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസിന് കൊടുക്കുന്ന നറിഷ്മെന്റ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ന്യൂസെലസ് ആണ് ആ ഒരു എന്താണ് റോള് കൈകാര്യം ചെയ്യുന്നത്. ആർക്കാണ് ഇവിടെ ഫുഡ് കൊടുക്കുന്നത്? എംബ്രിയോ സാക്കിന്. അടുത്ത ഇൻഡഗുമെൻ്റ്, ഔട്ടറും ഉണ്ട് ഇന്നറും ഉണ്ട്. എന്തിനായിരിക്കും? പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. സോ ദേ ആർ എന്താണ്? പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ് ഈ ഔട്ടറും ഇന്നറും ഇൻഡഗുമെൻറ്റ്സ്. ഇനി വരുന്നത് മൈക്രോപൈലർ റീജിയൻ അല്ലേ, ഈ പറയുന്ന മൈക്രോപൈലിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് സ്മോൾ ഓപ്പണിംഗ് ആണ് മൈക്രോപൈൽ എന്ന് പറയുന്നത്. ത്രൂ വിച്ച് പോളൻ ട്യൂബ് എൻറ്റേഴ്സ് ഇൻ ടു ദി ഓവ്യൂൾ. ഈ പോളൻ ട്യൂബ് എൻ്റർ ചെയ്യുന്നത് ഏത് വഴിയിട്ടെന്ന് അറിയാമോ? മൈക്രോപൈലിലൂടെയാണ് എൻ്റർ ചെയ്യുന്നത്. എങ്ങോട്ട്? ഓവ്യൂളിൻ്റെ അകത്തോട്ട് പോകുന്നത്. ദെൻ ചലാസ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് മൈക്രോപൈൽ. ഇവിടെ മൈക്രോപൈൽ ആണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് ചലാസൽ പോളാണ്. ചലാസയിൽ നിന്നാണ് ഇൻഡഗുമെൻറ്റ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. സോ ഫ്രം വേർ ഇൻഡഗുമെൻറ്റ്സ് ഒറിജിനേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രം ചലാസ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് മൈക്രോപൈലാണ് വേർ ഇൻഡഗുമെൻറ്റ്സ് ഒറിജിനേറ്റ്. അടുത്തത് എംബ്രിയോ സാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗെമറ്റോഫൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എവിടെയാണ്? ഇതിലെ എംബ്രിയോ സാക്ക് എവിടെയാണ്? ഈ സെൻട്രൽ പോർഷനിലാണല്ലേ ഇരിക്കുന്നത്. സോ നമുക്ക് പറയാം എംബ്രിയോ സാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ഓവൽ ഷേപ്ഡ് സ്ട്രക്ചറാണ്. പിന്നെ ഇവിടെ എഗ് അപ്പാരറ്റസ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് അനാട്ടമി എടുത്ത് പോയി കഴിഞ്ഞാൽ ഫിഗറിൽ
ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എഗ് അപ്പാരറ്റസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രക്ചറും എഗ് അപ്പാരറ്റസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രക്ചർ. അതിനകത്ത് 3 സെൽസ് അറ്റ് മൈക്രോപൈലാർ റീജിയൺ ഓഫ് എംബ്രിയോ സാക്ക്. നമ്മുടെ എംബ്രിയോ സാക്കിൽ ഈ പറയുന്ന എംബ്രിയോ സാക്കില്ലേ, ഇതിനെ മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ എഗ് അപ്പാരറ്റസ് എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. അവിടെ 3 സെൽസ് അറ്റ് മൈക്രോപൈലാർ റീജിയണിലാണ് ഈ എഗ് അപ്പാരറ്റസ് വരുന്നത്. പിന്നെ ആ 3 സെൽസ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 സൈനർജിഡ്സും പിന്നെ ഒരു എഗ് സെല്ലുമാണ് എവിടെ കാണുന്നത്? മൈക്രോപൈലാർ റീജിയണിലാണ് ഇത് കാണുന്നത്. സോ എഗ് അപ്പാരറ്റസ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംബ്രിയോ സാക്കിലാണ് കാണുന്നത്, അതിൻ്റെ മൈക്രോപൈലാർ റീജിയണിലാണ് കാണുന്നത്. ഈ എഗ് അപ്പാരറ്റസിൽ ആരൊക്കെ ഉൾക്കൊള്ളുന്നു? 2 സൈനർജിഡും ഒരു എഗ് സെല്ലുമാണ് ഇരിക്കുന്നത്. പിന്നെ ആൻറ്റിപോഡൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് അടുത്തത് ആൻറ്റിപോഡൽസ്. നേരെ ഓപ്പോസിറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ആൻറ്റിപോഡൽസ് അവിടെ, അതായത് നമ്മൾ ഈ ചലാസൽ റീജിയണിലാണ് ആൻറ്റിപോഡൽസ് കാണുന്നത്. അപ്പോൾ മൈക്രോപൈലാർ റീജിയണിൽ ആര് പറഞ്ഞു? മൈക്രോപൈലാറിൽ നമ്മുടെ എഗ് അപ്പാരറ്റസ്, മൈക്രോപൈലിൽ എഗ് അപ്പാരറ്റസും അടുത്ത ചലാസൽ പോളിൽ വരുന്നത് ആൻറ്റിപോഡൽസുമാണ് വരുന്നത്. ആൻറ്റിപോഡൽസിൽ എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് 3 സെൽസ് അറ്റ് ചലാസൽ റീജിയൻ. ഇനി ഇതിനകത്ത് നമുക്ക് പറയേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് സെക്കൻഡറി ന്യൂക്ലിയസ് അല്ലെങ്കിൽ പോളാർ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രലിൽ കാണുന്ന ഡിപ്ലോയിഡ് 2n സ്റ്റേജിൽ കാണുന്ന സെല്ലാണ് സെക്കൻഡറി ന്യൂക്ലിയസ് അല്ലെങ്കിൽ പോളാർ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയായപ്പോൾ നമ്മുടെ സ്ട്രക്ചർ വൈസ് കാര്യങ്ങളൊക്കെ വേഗം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പോളിനേഷനിലോട്ട് പോകാം. പോളിനേഷൻ എന്താണ്? പോളിനേഷൻ മീൻസ് ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ. ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലോട്ടുള്ള പോളൻ ഗ്രെയിനിൻ്റെ ആ ഒരു ട്രാൻസ്ഫർ ആണ് പോളിനേഷൻ എന്ന് പറയുന്നത്. ഇനി പോളിനേഷനിൽ തന്നെ നമുക്ക് പറയാം ഓട്ടോഗമി. ഒന്നാമത്തത് ഓട്ടോഗമി. ഓട്ടോ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് ഊഹിച്ചെടുത്തോളം സെൽഫാണ്. ഓട്ടോഗമി ഓർ സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് സെയിം ഫ്ലവർ. ഇവിടെ സെയിം ഫ്ലവറിൻ്റെ തന്നെ ആന്തറിൽ നിന്ന് അതേ ഫ്ലവറിൻ്റെ തന്നെ സ്റ്റിഗ്മയിലോട്ട് പോളൻ ഗ്രെയിൻസ് വീഴുന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്നത് ഓട്ടോഗമി. ഓക്കെ. ഇനി രണ്ടാമത്തേത് എന്താണ്? ഗേറ്റ്നോഗമി എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ഓഫ് ദി സെയിം പ്ലാന്റ്. ഇവിടെ സെയിം ഫ്ലവർ ആയിരുന്നു എങ്കിൽ ഗേറ്റ്നോഗമിയിൽ സെയിം പ്ലാന്റിൽ തന്നെ ഉള്ള ഒരു പൂവിൽ നിന്നുള്ള ഒരു പൂവിൻ്റെ ആന്തറിൽ നിന്ന് ഉള്ള പോളൻ ഗ്രെയിൻസ് മറ്റൊരു പൂവിൻ്റെ സ്റ്റിഗ്മയിലോട്ട് വീഴുന്നതാണ്. ആ ഒരു പ്രോസസ്സാണ് ഗേറ്റ്നോഗമി എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ ഈസ് സെനോഗമി. ഓർ നമുക്കിതിനെ പറയാം ക്രോസ് പോളിനേഷൻ. എന്താണ് ക്രോസ് പോളിനേഷൻ? സെനോഗമി എന്താണ്? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ഓഫ് എ ഫ്ലവർ ടു സ്റ്റിഗ്മ ഓഫ് ദ ഫ്ലവർ ഓഫ് അനദർ പ്ലാന്റ് ഓഫ് സെയിം സ്പീഷീസ് തന്നെ, പക്ഷേ ഇവിടെ എന്താണ്? അനദർ പ്ലാന്റിലോട്ട്, ഒരു പ്ലാന്റിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് അനദർ പ്ലാന്റിലോട്ട് വന്ന് വീഴുന്ന ആ ഒരു പ്രോസസ്സാണ് സെനോഗമി എന്ന് പറയുന്നത്. സോ ഓട്ടോഗമി കിട്ടി, ഗേറ്റ്നോഗമി കിട്ടി, സെനോഗമി കിട്ടി. ഇനി വരുന്നത് നമ്മൾ ഈ ഫീച്ചേഴ്സ്, നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് ഫ്ലവർ വിച്ച് ഷോസ് കംപ്ലീറ്റ് ഓട്ടോഗമി. അതിൻ്റെ നമുക്ക് ചിലപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിലൊക്കെ ഇത് പ്രയോജനം വരാം. അതായത് എങ്ങനെയാണ് ഓട്ടോഗമിക്ക് വേണ്ടിയിട്ട് ഫ്ലവർ കാണിക്കുന്ന ഫീച്ചേഴ്സ്. ഒന്നാമത്തേത് സിൻക്രണി ഇൻ പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി. പോളൻ റിലീസും സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റിയും ഒക്കെ അതിൻ്റെ ഒരു സിൻക്രണൈസേഷൻ. രണ്ടാമത്തേത് ആന്തർ ആൻഡ് സ്റ്റിഗ്മ ഷുഡ് ലൈ ക്ലോസ് ടു ഈച്ച് അതർ. ഈ ആന്തറും സ്റ്റിഗ്മയും ഒക്കെ ഏകദേശം അടുത്തടുത്ത് തന്നെ കാണുമ്പോഴും ഈ ഒരു ഓട്ടോഗമി സംഭവിക്കും. സോ ഇത് രണ്ടുമാണ് ഓട്ടോഗമിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി നമ്മുടെ 2 ഫ്ലവേഴ്സിനെ പറ്റി ഒന്ന് പഠിച്ചു വയ്ക്കുക. ചാസ്മോഗാമസ് ഫ്ലവർ, രണ്ടാമത്തേത് ക്ലീസ്റ്റോ ഗാമസ് ഫ്ലവറിൻ്റെയും കാര്യം നോക്കാം.
ചാസ്മോഗാമസ് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്പോസ്ഡ് ആന്തറും സ്റ്റിഗ്മയും ആയിരിക്കും ഇവിടെ. ചാസ്മോഗാമസിൻ്റെ പ്രത്യേകത എന്താണ്? എക്സ്പോസ്ഡ് ആന്തർ ആൻഡ് സ്റ്റിഗ്മ. പിന്നെ ക്ലീസ്റ്റോഗാമസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഫ്ലവേഴ്സ് ആണ്. ഈ ആന്തറും സ്റ്റിഗ്മയും ഒക്കെ വളരെ ക്ലോസ് ആയിട്ട് ആയിരിക്കും കാണുന്നത്. പിന്നെ ഇതിൽ നടക്കുന്നത് ഓട്ടോഗാമസ് ആണ്, അല്ലെ, സെൽഫ് പോളിനേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ക്രോസ് പോളിനേഷൻ്റെ സാധ്യത എങ്ങനെയാണ്? ഇവിടെ തീരെ തന്നെ ഇല്ല, ക്രോസ് പോളിനേഷൻ നടക്കുന്നില്ല. അഷ്വേർഡ് സീഡ് സെറ്റ് ഇൻ ദി ആബ്സെൻസ് ഓഫ് പോളിനേറ്റേഴ്സ്. സെൽഫായിട്ടുള്ള പോളിനേഷൻ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് പോളിനേറ്റേഴ്സ്, അല്ലെ, പോളിനേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഏജൻസ്, പോളിനേറ്റേഴ്സിൻ്റെ ആവശ്യം വരുന്നില്ല. നോ ചാൻസ് ഫോർ വേരിയേഷൻ. ഇവർക്ക് ക്രോസ് പോളിനേഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ വേരിയേഷൻസ് വരുന്നില്ല അവരുടെ ബ്രീഡ്സിൽ. പിന്നെ കോസിങ് ഇൻ ബ്രീഡിങ് ഡിപ്രഷൻ. ഒരേ പ്ലാന്റിൽ തന്നെ ഈ പറയുന്ന പോളിനേഷൻ സെയിം ആയിട്ട് നടക്കുന്നത് കൊണ്ട്, ബ്രീഡിങ് നടക്കുന്നത് കൊണ്ട് അവിടെ ആഫ്റ്റർ സെവറൽ ജനറേഷൻസ് ഇൻ ബ്രീഡിങ് ഡിപ്രഷൻസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഏതൊക്കെയാണ് ഫാൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് കണ്ടെത്താനായിട്ട് ഇങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് പഠിച്ചു വയ്ക്കുന്നത് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ സെനോഗമി എന്ന് പറഞ്ഞല്ലോ, അത് ക്രോസ് പോളിനേഷൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. സെനോഗമി അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ജനറ്റിക് റീകോമ്പിനേഷനും വേരിയേഷനൊക്കെ സാധ്യമാവും. അതുപോലെ ഇൻബ്രീഡിങ് ഡിപ്രഷനെ തടയാൻ പറ്റും, അല്ലേ? സോ വേരിയേഷൻസ് ഉണ്ടാവും, ഇൻബ്രീഡിങ് ഡിപ്രഷൻസിനെയൊക്കെ തടയാൻ പറ്റും. ഏതിൽ? ക്രോസ് പോളിനേഷനിൽ. ഇനി നമുക്ക് നോക്കാം ഏജൻറ്റ്സ് ഓഫ് ക്രോസ് പോളിനേറ്റേഴ്സ്. ഏജൻറ്റ്സ് ഓഫ് പോളിനേഷൻ, ഏജൻറ്റ്സ് ഓഫ് പോളിനേഷൻ. എന്തൊക്കെയാണ് ഏജൻറ്റ്സ് ആയിട്ട് വരുന്നത്? അബയോട്ടിക് ഏജൻറ്റ്സ് ഉണ്ടാവും, അല്ലേ? അബയോട്ടിക് എന്ന് പറയുമ്പോൾ എബയോട്ടിക് ഏജൻറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ജീവനില്ലാത്ത ഏജൻറ്റ്സ്. പിന്നെ വരുന്നത് ബയോട്ടിക് ഏജൻറ്റ്സ്, ജീവനുള്ളത്. അപ്പോൾ അബയോട്ടിക്കിൽ പറയുമ്പോഴത്തേക്കും നമുക്ക് മെയിനായിട്ട് എന്തൊക്കെ പറയാം? വിൻഡ് പറയാം, വാട്ടർ പറയാം. അടുത്ത ബയോട്ടിക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഏജൻറ്റ്സ് പറയാം, അല്ലേ? ആനിമൽസ് ഉണ്ട്, പിന്നെ ഇൻസെക്ട്സ് ഉണ്ട്, ബാറ്റ്സ് വരുന്നുണ്ട്, പിന്നെ ബേർഡ്സ് വരുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെ ജീവനുള്ള ഏജൻറ്റ്സ് വെച്ചിട്ട് പോളിനേഷൻ നടക്കും അവരെല്ലാം നമുക്ക് ബയോട്ടിക് ഏജൻറ്റ്സ് ആയിട്ട് പറയാം. ഓക്കെ, ഇനി ഇതിലൊരു ടേം ഒന്ന് നോക്കി വയ്ക്കുക. പോളൻ റോബേഴ്സ് ഓർ നെക്ടർ റോബേഴ്സ് എന്നൊക്കെ പറയും. നെക്ടർ റോബേഴ്സ് ഇവരെന്ന് പറയുന്നത് ഇൻസെക്ട്സ് കൺസ്യൂം പോളൻ ഗ്രെയിൻസ്. പോളൻ ഗ്രെയിനിനെ കൺസ്യൂം ചെയ്യുന്ന, ഭക്ഷണമാക്കുന്ന ഇൻസെക്റ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോളൻ റോബേഴ്സ് ഓർ നെക്ടർ റോബേഴ്സ്. അതായത് ഇൻസെക്ട്സ് കൺസ്യൂം പോളൻ ഗ്രെയിൻസ് ഓർ നെക്ടർ. പോളൻ ഗ്രെയിൻസിനെയോ നെക്ടറിനെയോ കൺസ്യൂം ചെയ്യുന്നു വിത്തൗട്ട് ബ്രിങ്ങിങ് എനി പോളിനേഷൻ ഒന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷേ പോളൻ ഗ്രെയിനെയോ അല്ലെങ്കിൽ നമ്മൾ നെക്ടറിനെയോ ഫുഡാക്കുന്ന ആൾക്കാരാണ് പോളൻ റോബേഴ്സ് അല്ലെങ്കിൽ നെക്ടർ റോബേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്താണ് നമ്മുടെ ഈ ഓരോ പോളിനേറ്റിംഗ് ഏജൻസിൻ്റെയും ഇത് പറഞ്ഞില്ലേ നമ്മൾ അബയോട്ടിക്, അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. വിൻഡ് പോളിനേഷൻ ഉണ്ടാക്കുന്നവരെ നമ്മൾ പറയുന്നത് ആ ഒരു പോളിനേഷൻ അനിമോഫിലിക് എന്ന് പറയാം, അല്ലെങ്കിൽ ആ പോളിനേറ്റേഴ്സിന് അനിമോഫിലസ് പോളിനേറ്റേഴ്സ് എന്ന് പറയും. ദെൻ വാട്ടർ പോളിനേഷനെ പറയുന്നതാണ് ഹൈഡ്രോഫിലി. ഇൻസെക്ട് പോളിനേഷനെ പറയുന്നതാണ് എൻഡമോഫിലി. ഇനി വിൻഡ് പോളിനേഷൻ അല്ലെ അനിമോഫിലിയിൽ വരുന്ന ക്യാരക്ടേഴ്സ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ലൈറ്റ്, പിന്നെ നോൺ സ്റ്റിക്കി ആൻഡ് ഡ്രൈ പോളൻ ഗ്രെയിൻസ് ആയിരിക്കും. ലൈറ്റ് ആയിരിക്കും, നോൺ സ്റ്റിക്കി ആയിരിക്കും, ഡ്രൈ ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ആയിരിക്കും. വെൽ എക്സ്പോസ്ഡ് സ്റ്റേമൻസ് ആയിരിക്കും, സ്റ്റേമൻസ് ആയിരിക്കും. ദെൻ ഫെദറി സ്റ്റിഗ്മയാണ്. ദെൻ കളർലെസ് ആയിരിക്കും, നെക്ടർലെസ് ആയിരിക്കും, ഓർഡർലെസ് ആയിരിക്കും. ഓർഡർലെസ് എന്ന് വെച്ചാൽ ഡു നോട്ട് ഹാവ് സ്മെൽ. പോളൻ ഗ്രെയിൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്, സിംഗിൾ ഓവ്യൂൾ ഇൻ ഈച്ച് ഓവറി. ന്യൂമറസ് സ്മോൾ ഫ്ലവേഴ്സ് ആർ പാക്ഡ് ഇൻ ടു ആൻ ഇൻഫ്ലോറസൻസ്. മോസ്റ്റ് ഓഫ് ദം ആർ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. എക്സാമ്പിൾ കോക്കനട്ട്, റൈസ്, വീറ്റ്, ഗ്രാസസ്, മെയ്സ്, ഡേറ്റ് പാം എക്സെട്ര. ദെൻ ഹൈഡ്രോഫിലി, വാട്ടർ പോളിനേഷന് വരുന്നത് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കളർലെസ് ആയിരിക്കും, നെക്ടർലെസ് ആയിരിക്കും, ഓർഡർലെസ് ആയിരിക്കും, യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആയിരിക്കും. പോളൻ ഗ്രെയിൻസ് ആർ പ്രൊട്ടക്റ്റഡ് ബൈ മ്യൂസിലേജിനസ് കവറിങ്. മ്യൂസിലേജിനസ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു വഴുവഴുപ്പുള്ളൊരു കവറിങ്. സോ സ്റ്റിക്കി ആൻഡ് അൺവെറ്റബിൾ സ്റ്റിഗ്മ. പിന്നെ ഫീമെയിൽ ഫ്ലവേഴ്സ് ഹാവ് ലോങ് കോയിൽഡ് stalk. Then female flowers remain submerged. Male flowers are released onto the surface of water and carried by water currents to the surface. പിന്നെ എന്താണ്? ലോങ് റിബൺ ലൈക്ക്
പോളൻ ഗ്രെയിൻ ആയിരിക്കും. ഇതിൻ്റെ എക്സാമ്പിൾസ് വരുന്നത് വാലിസ്നേറിയ, സോസ്റ്റേറ. ദെൻ ഇൻസെക്ട് പോളിനേഷൻ്റെ എക്സാമ്പിൾ എന്താണ്? ഇൻസെക്റ്റ് ആണല്ലോ ഇവിടെ പോളിനേഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ലാർജ് കളർഫുൾ ഫ്ലവേഴ്സ് ആയിരിക്കണം. നെക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരായിരിക്കും. ഫ്രാഗ്രൻസ്, മണം പ്രൊഡ്യൂസ് ചെയ്യുന്നവരായിരിക്കും. പിന്നെ പിന്നെ വന്നിട്ട് നമ്മളെ സ്റ്റിക്കി ആൻഡ് സ്പൈനി പോളൻ ഗ്രെയിൻസ് ഉണ്ടാവും. ദെൻ സ്റ്റിഗ്മയും ഫോം ചെയ്യും. എക്സാമ്പിൾ നമ്മൾ ഈ കാണുന്ന റോസ്, സൺഫ്ലവർ, ജാസ്മിൻ, ഓർക്കിഡ്സ് ഇതെല്ലാം ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ഇതിലാണ് ഇൻസെക്ട് പോളിനേഷനിലാണ് വരുന്നത്. ഇനി നമുക്ക് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസിനെ പറ്റി പറയാം. ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്തൊക്കെയാണ്? ഒന്നാമത്തേത് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി. എന്താണ്? ജനറ്റിക് മെക്കാനിസം ടു പ്രിവെൻറ്റ് പോളൻ ജെർമിനേഷൻ ഓർ പോളൻ ട്യൂബ് ഫോർമേഷൻ. അപ്പോൾ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസിന് വരുന്ന ഒന്നാമത്തെ പോയിന്റ് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി ആണ്. അതായത് പോളൻ ജെർമിനേഷനെ തടയുന്ന രീതിയിലുള്ള ജനറ്റിക് മെക്കാനിസം. അടുത്ത രണ്ടാമത്തേത് പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി നോട്ട് സിൻക്രണൈസ്ഡ്. സിൻക്രണൈസേഷൻ എങ്ങനെയായിരിക്കും? നോ സിൻക്രണൈസേഷൻ ഇല്ല. എന്തിൻ്റെയൊക്കെ? പോളൻ റിലീസിൻ്റെയും അതുപോലെ സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റിയുടെയും ഒരു സിൻക്രണൈസേഷൻ കാരണമില്ല. അതായത് ആന്തറും സ്റ്റിഗ്മയും ഡിഫറെൻറ്റ് ടൈമിൽ മെച്യൂർ ആവുന്നു. അടുത്തത് ആന്തർ ആൻഡ് സ്റ്റിഗ്മ ആർ പ്ലേസ്ഡ് അറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻസ്. ആന്തറും സ്റ്റിഗ്മയും ഡിഫറെൻറ്റ് പൊസിഷൻസിൽ പ്ലേസ് ചെയ്തിരുന്നാലും ഈ ഒരു എന്താണ് അതിനെ നമുക്ക് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് പറയാം. ദെൻ നാലാമത്തേത് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. അതിൽ തന്നെ മൊണേഷ്യസ് പ്ലാന്റും ഉണ്ട്, ഡയേഷ്യസ് പ്ലാന്റ് എന്ന് പറയും. അതായത് മൊണേഷ്യസ് പ്ലാന്റിൽ വരുന്നത് പ്രിവെൻറ്റ് ഓട്ടോഗമി ബട്ട് നോട്ട് ഗേറ്റിനോഗമി. ഓട്ടോഗമീനെ പ്രിവെൻറ്റ് ചെയ്യും. ഓട്ടോഗമീനെ എന്ത് ചെയ്യും? പ്രിവെൻറ്റ് ചെയ്യും. ഗേറ്റിനോഗമീനെ പ്രിവെൻറ്റ് ചെയ്യത്തില്ല. ദെൻ അതിൽ അടുത്തത് വരുന്നത് ഡയേഷ്യസ് പ്ലാന്റ് ആണെങ്കിൽ പ്രിവെൻറ്റ് ബോത്ത് ഓട്ടോഗമി ആൻഡ് ഗേറ്റിനോഗമി. ഓട്ടോഗമി ഇവിടെ നടക്കില്ല, ഗേറ്റിനോഗമി നടക്കില്ല. സോ ഇതാണ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സിൻ്റെ കാര്യം പറഞ്ഞത്. ഇത്രയോട്ടാണ് പോകുന്നത്. ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്തൊക്കെയാണ്? സിംഗമിയും അതുപോലെ ട്രിപ്പിൾ ഫ്യൂഷന് നടക്കും അല്ലേ? സിംഗമിയും ട്രിപ്പിൾ ഫ്യൂഷനും നടക്കും. ഇതിന് രണ്ടിനെയും കൂടെ ചേർത്തിട്ടാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സിംഗമി എന്ന് പറയുമ്പോൾ എന്തോന്നാണ്? മെയിൽ ഗമേറ്റും പിന്നെ ഫീമെയിൽ ഗമേറ്റും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? സൈഗോട്ട് ഫോം ചെയ്യും. ഈ സൈഗോട്ട് പിന്നീട് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഇതാണ് സിൻഗമി എന്ന് പറയുന്നത്. പിന്നെ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മെയിൽ ഗമേറ്റ് പോയിട്ട് എന്ത് ചെയ്യും? സെക്കൻഡറി ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് പ്രൈമറി എൻഡോസ്പെം ന്യൂക്ലിയസ് ഫോം ചെയ്യും. അതിൽ നിന്ന് എൻഡോസ്പെം കിട്ടുന്ന പ്രോസസ്സാണ് ട്രിപ്പിൾ ഫ്യൂഷൻ. സോ ഈ രണ്ട് പ്രോസസ്സും കൂടി ടുഗദർ നോൺ ആസ് എന്താണ്? ഡബിൾ ഫെർട്ടിലൈസേഷൻ. സോ ഇനി നമ്മുടെ സിലബസിൽ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത് 3 കാര്യങ്ങളാണ്. അപ്പോമിക്സിസും, പാർത്തനോകാർപ്പിയും, പോളി എംബ്രിയോണിയും. അതിൽ അപ്പോമിക്സിസ് എന്താണ്? സീഡ് ഫോർമേഷൻ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഇവിടെ സീഡ് ഫോം ചെയ്യുന്നു, പക്ഷെ എന്ത് നടക്കുന്നില്ല? ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. സീഡ് ഫോം ചെയ്യുന്നു, ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. അതാണ് അപ്പോമിക്സിസ് എന്ന് പറയുന്ന പ്രോസസ്സ്. അതായത് ഇത് നമ്മളെ സെക്ഷൽ റീപ്രൊഡക്ഷനെ മിമിക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ? സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നോർമലി ഗമീറ്റ്സ് ഒക്കെ ഫ്യൂസ് ചെയ്ത് ആ ഒരു ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷമാണ് ബാക്കി ഫ്രൂട്ടും സീഡും ഒക്കെ ഫോം ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല, ഡയറക്ട്ലി സീഡ് ഫോം ചെയ്യുന്നു. എക്സാമ്പിൾ വരുന്നത് ഈ ചില ഗ്രാസസ് ഒക്കെ പുല്ലുവർഗ്ഗത്തിൽപ്പെട്ട ചെടികളിലും അതുപോലെ ആസ്റ്റരീസിയെ ഫാമിലി സ്പീഷീസിലുമാണ്. ആസ്റ്റരീസിയെ സ്പീഷീസിലുമാണ് ഈ പറയുന്ന അപ്പോമിക്സിസ് നടക്കുന്നത്. ഓക്കെ. പിന്നെ ഈ അപ്പോമിക്സിസിൻ്റെ സീഡ്സിനെ നമ്മൾ ഹൈബ്രിഡ് ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോമിക്സിസ് ഹെൽപ്സ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ഹൈബ്രിഡ് സീഡ്സ് വിത്ത് എ കോമ്പിനേഷൻ ഓഫ് ഡിസൈറബിൾ ക്യാരക്ടേഴ്സ്. നമുക്ക് ഫെർട്ടിലൈസേഷൻ നടത്തണ്ട, പക്ഷേ ഇല്ലാണ്ട് തന്നെ ഈസി ആയിട്ട് ഡിസൈറബിൾ ക്യാരക്ടേഴ്സൊക്കെ ഉള്ള സീഡ്സിനെ നമുക്ക് ഹൈബ്രിഡ് സീഡ്സിനെയൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു അപ്പോമിക്സിസ് എന്നുള്ള പ്രോസസ്സ് വഴി. പിന്നെ ഇതിനകത്ത് വേറെ ക്യാരക്ടേഴ്സിൻ്റെ സെഗ്രിഗേഷനൊന്നും നടക്കുന്നില്ല. പിന്നെ വരുന്നത് ഫാർമേഴ്സ് ഡു നോട്ട്
have to buy hybrid seeds every year because apomixis preserve good characters over generations for crop plants. ഇതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളിൽ വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ പാർത്തനോ കാർപ്പി നോക്കും. സോ ആ ഒരു പ്രോസസ്സ് നോക്കി വയ്ക്കുക, എക്സാമ്പിൾ നോക്കി വയ്ക്കുക. ഇനി നമ്മുടെ പാർത്തനോ കാർപ്പിയിലോട്ട് പോവാം. ഫോർമേഷൻ ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഇവിടെ ഫോർമേഷൻ ഓഫ് സീഡ് ആയിരുന്നു അല്ലേ, ഫോർമേഷൻ ഓഫ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആയിരുന്നു അപ്പോമിക്സിസ് എങ്കിൽ, പാർത്തനോ കാർപ്പിയിൽ വരുന്നത് ഫോർമേഷൻ ഓഫ് ഫ്രൂട്ട് ഫോം ചെയ്യുന്നു വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, ആണ് പാർത്തനോ കാർപ്പി. പിന്നെ ക്യാൻ ബി ഇൻഡ്യൂസ്ഡ് ബൈ ഓക്സിൻ ആൻഡ് ഗിബെറലിൻ എൻസൈംസ് ഒക്കെ വെച്ചിട്ട് ഇൻഡ്യൂസ് ചെയ്യാന്നാണ് പറയുന്നത്. എക്സാമ്പിൾ വരുന്നത് ബനാന ആൻഡ് സീഡ്ലെസ് ഗ്രേപ്സ്. ബനാന പിന്നെ നമ്മൾ സീഡ്ലെസ് ആയിട്ടുള്ള ഗ്രേപ്സ് ഇല്ലേ, ഗ്രേപ്സ് സീഡ്ലെസ്, ബനാന പിന്നെ സീഡ്ലെസ് ആയിട്ടുള്ള ഗ്രേപ്സിലൊക്കെയാണ് ഓക്കെ, ബനാന ദെൻ സീഡ്ലെസ് ഗ്രേപ്സിലൊക്കെ വരുന്നത് പാർത്തനോ കാർപ്പി എന്ന് പറയുന്ന പ്രോസസ്സാണ്. ദെൻ പോളി എംബ്രിയോണി നോക്കാം. പോളി എംബ്രിയോണി എന്ന് പറയുമ്പോഴത്തേക്കും ഫോർമേഷൻ ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ ഇൻ ദ സീഡ്. ഇവിടെ സീഡ് തന്നെയാണ്, ആ സീഡിൽ നടക്കുന്ന ഒരു പ്രതിഭാസം തന്നെയാണ് എന്തോന്നാണ്, ഫോർമേഷൻ ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ ഇൻ ദ സീഡ്. ഈ സീഡിനകത്ത് മോർ ദാൻ വൺ എംബ്രിയോ ഇൻ ദ സീഡ്. അതാണ് നമ്മുടെ പോളി എംബ്രിയോണി. എക്സാമ്പിൾ സീഡ്സ് ഓഫ് ഓറഞ്ച് ഒക്കെയാണ് എക്സാമ്പിളായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഓവറോൾ ഒന്ന് ഓടിച്ചു പറഞ്ഞു പോയാൽ ഇത്രയൊക്കെ ഉള്ളൂ പഠിക്കാനായിട്ട്. ഇതെങ്കിലും നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രം എക്സ്ട്രാ കാര്യങ്ങൾ നോക്കുക. ഇനി ഒരുപാട് ഇതിൽ പോയിൻറ്റ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ടെക്സ്റ്റ് വായിക്കും തോറും നമുക്ക് പോയിൻറ്റ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർമ്മയിലിരിക്കുക. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ബാക്കി കൂടി വായിക്കുക. താങ്ക് യു.